വർഷം 711 ഏപ്രിൽ 30 പ്രക്ഷുബ്ധമായ കടൽ തിരകളെ ഭേദിച്ചൊരു കപ്പൽപ്പട ഐബീരിയയുടെ ഒരു തീരം തൊട്ടു. 7000 പോരാളികളുള്ളൊരു സൈനിക സന്നാഹമായിരുന്നു അത്. പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ തീരത്തേക്ക് ആ സൈന്യം അടിവച്ചിറങ്ങി. കടലിലേക്ക് ഏന്തി നോക്കുന്ന ഒരു മലയായിരുന്നു സത്യത്തിൽ ആ തീരം. കടൽ ചുരുക്കിൻ്റെ കാഠിന്യം കവർന്ന ആരോഗ്യത്തിൻ്റെ മിച്ചം വന്നതും പിടിച്ച് ആ സൈന്യം അവരുടെ കമാൻഡറുടെ ഉത്തരവിന് കാതോർത്തു. ഉമയ്യദ് ചക്രവർത്തി വലീദിൻ്റെ പതാകകൾ അവിടെ നാട്ടപ്പെട്ടു. അവർക്കിടയിലൂടെ അവരുടെ കമാൻഡർ മുന്നിലേക്ക് നടന്നെത്തി. അല്പം ഉയരമുള്ള ഒരു പാറക്കഷ്ണത്തിൽ കയറി നിന്ന് അയാൾ തൻ്റെ സൈന്യത്തെ അഭിസംബോധന ചെയ്തു. തങ്ങളുടെ കമാൻഡറിൻ്റെ തലപ്പൊക്കം കണ്ട മാത്രയിൽ അയാളുടെ ശബ്ദം കേട്ട അതേ നിമിഷത്തിൽ ആ സൈന്യം പൂർവാധികം ശക്തിയാർജിച്ചു. അവരുടെ വാളുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു തിളങ്ങി. കുന്തങ്ങളുടെ തലപ്പുകൾ ഭൂമിയിൽ പോർവിളി കൂട്ടി. തങ്ങൾ എത്തിപ്പെട്ട വിചിത്രമായ ആ ഭൂമിയുടെ അറ്റത്തേക്ക് കണ്ണെറിഞ്ഞു നിന്ന തൻ്റെ സൈന്യത്തെ നോക്കി അവരുടെ കമാൻഡർ ഉത്തരവിട്ടു. നിങ്ങളുടെ പിന്നിൽ കടലാണ്, മുന്നിൽ ശത്രുവും. ഇനി ഇവിടെ ഒരു വിജയമല്ലാതെ നമുക്ക് മുന്നിൽ വേറെ വഴിയില്ല. ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും ത്രസിപ്പിക്കുന്ന വാർ സ്പീച്ചുകളിൽ ഒന്നാണത്. ആ പ്രസംഗം നടത്തിയ ഉമവിയ കമാൻഡറുടെ പേര് താരിഖ് ബിൻ സിയാദ്. ആ സൈന്യം വന്നിറങ്ങിയ മുനമ്പിൻ്റെ പേര് ജബൽ താരിഖ് അഥവാ ജിബ്രാൾട്ടർ. അതൊരു സംസ്കാരത്തിൻ്റെ തുടക്കമായിരുന്നു. ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന യൂറോപ്പിന് പിൽക്കാലങ്ങളിൽ വെളിച്ചമായി മാറിയ നാഗരികതയുടെ ആരംഭമായിരുന്നു. സത്യം പറഞ്ഞാൽ അൽ-അന്തലൂസ് അഥവാ ഇസ്ലാമിക് സ്പെയിൻ ചരിത്രത്തിൽ സമാനതകളില്ലാത്തൊരു അധ്യായമാണ്. പോരാട്ടങ്ങളുടെയും ഇച്ഛാശക്തിയുടെയും ചരിത്രമാണ്. വൈജ്ഞാനിക വിപ്ലവങ്ങളുടെയും സാമൂഹിക പരിവർത്തനങ്ങളുടെയും കഥയാണത്. അതേസമയം ഉൾപോരുകളുടെയും തകർച്ചയുടെയും കൂടി ചരിത്രമാണ്. 7 നൂറ്റാണ്ടുകാലം യൂറോപ്പിൻ്റെ മകുടമായി നിന്ന കോർദോബയുടെ അതിശയകരമായ ചരിത്രം. താരിഖ് ബിൻ സിയാദിൻ്റെ സൈന്യം വന്നു കയറുന്നത് വിസിഗോത്തുകൾക്കിടയിൽ പുകഞ്ഞുമറിഞ്ഞ ആഭ്യന്തര കലഹങ്ങളിലേക്കായിരുന്നു. ഐബീരിയയിലെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കുകയായിരുന്നു ഉമവിയ ഭരണകൂടം. വെറും 7000 ബെർബർ പടയാളികൾ ജിബ്രാൾട്ടറും കടന്ന് വിസിഗോത്തുകളുടെ ഭീമമായ സൈന്യത്തെ തറപറ്റിച്ചു. പണ്ട് റോമാ സാമ്രാജ്യത്തെ വരെ വിറപ്പിച്ച ബാൽക്കൻ പോരാളികളായിരുന്നു വിസിഗോത്തുകൾ. പക്ഷേ അവരുടെ രാജാവ് റോഡ്രിക് അടക്കം വിസിഗോത്ത് പെരുമ മുഴുവൻ ഗൊദാലേത്ത് യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായി. താരിഖ് ബിൻ സിയാദിനൊപ്പം ഇഫ്രീഖിയയുടെ ഗവർണറായിരുന്ന മൂസ ബിൻ നുസൈറും ഐബീരിയൻ മിഷന് ചുക്കാൻ പിടിച്ചു. 7 വർഷത്തെ സൈനിക നീക്കങ്ങൾക്കൊടുവിൽ ഏതാണ്ട് ഐബീരിയ മുഴുവൻ ഉമവിയയുടെ കൊടിക്കു കീഴിലായി. പൈറനീസ് പ്രവിശ്യയും കടന്ന് തെക്കൻ ഫ്രാൻസിൻ്റെ സെപ്റ്റിമാനിയ കൂടി കീഴടക്കിയതോടെ ഉമവിയ ഭരണം വിസിഗോത്ത് ഭരണത്തിന് അറുതി വരുത്തി. ഡമാസ്കസ് തലസ്ഥാനമായ ഉമവിയ ഭരണകൂടം അൽ-അന്തലൂസിനെ ഇഫ്രീഖിയുടെ ഭാഗമായാണ് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ഡമാസ്കസിലെ ഖലീഫയായിരുന്നില്ല സ്പെയിനിലെ ഭരണകാര്യങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത്. പകരം ഖൈറവാനിലെ അമീറായിരുന്നു. 5 പ്രവിശ്യകളാക്കി തിരിച്ചായിരുന്നു സ്പെയിനിലെ ഭരണകാര്യങ്ങൾ അവർ നിയന്ത്രിച്ചിരുന്നത്. താരിഖ് ബിൻ സിയാദിൻ്റെ കൂടെയുണ്ടായിരുന്ന ബെർബർ സൈന്യം സ്പെയിനിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ജീവിച്ചു തുടങ്ങി. ബെർബറുടെ ഈ കോളനികൾക്ക് പുറമെ മൂസ ബിൻ നുസൈറിൻ്റെ കൂടെ വന്ന അറബ് സൈനികരുടെയും ആഫ്രിക്കൻ വംശജരായ അനറബി മുസ്ലിങ്ങളുടെയും കോളനികളുണ്ടായി. അൽ-അന്തലൂസിൻ്റെ അധികാരം അംഗീകരിക്കാൻ തയ്യാറായ വിസിഗോത്തുകൾക്ക് അവരുടെ ഭൂമിയും സമ്പത്തുകളും വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ ചില വിസിഗോത്തുകൾക്ക് അൽ-അന്തലൂസ് ഈ ഭരണത്തെ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ അസ്തൂരിയ രാജ്യത്തിൻ്റെ അധീനതയിലുള്ള കാൻറ്റർബറി കുന്നുകളിൽ അഭയം തേടി. ഏകദേശം 740 വരെ അൽ-അന്തലൂസി സൈന്യം അവരുടെ അതിർത്തികൾ വിശാലമാക്കാൻ വേണ്ടിയുള്ള സൈനിക നടപടികൾ തുടരുകയാണ്. അസ്തൂരിയക്കാരോടും അക്വിറ്റാനിയക്കാരോടും ഫ്രാങ്കുകളോടും നിരന്തരം പോരടിച്ചുകൊണ്ടിരുന്ന അൽ-അന്തലൂസി ഗവർണർമാർ ജയപരാജയങ്ങൾ ഒരുപോലെ ഏറ്റുവാങ്ങി. അതിനിടെ 740 മഗ്രിബിൽ ബെർബറുകളുടെ ഒരു കലാപം ഉമവിയ ഭരണത്തിന് നേർക്ക് ഉയർന്നു വന്നു. അത് അടിച്ചമർത്താനായി ഉമവിയ ഭരണാധികാരിയായിരുന്ന ഹിഷാം ഇബ്നു മാലിക് ഒരു വലിയ അറബ് സൈന്യത്തെ അങ്ങോട്ടേക്ക് അയച്ചു. ഷ്യാം റെജിമെൻ്റ് അടക്കമുള്ള ആ സൈനിക സന്നാഹം പക്ഷേ ബെർബറുകളോട് തോറ്റുപോയി. അൽ-അന്തലൂസിൽ വലുതായിക്കൊണ്ടിരുന്ന ബെർബർ അറബ് പ്രതിസന്ധി ഇതോടെ വഷളായി. ഭരണത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്നു എന്നും അറബ് അധീശത്വം തങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്നുവെന്നും കരുതിയ ബെർബറുകൾ അൽ-അന്തലൂസിൽ കലാപങ്ങൾ തുടങ്ങി. എന്നാൽ അന്തലൂസിലേക്ക് വന്ന സിറിയൻ അറബ് സൈന്യത്തിന് മുന്നിൽ കലാപം അടിച്ചമർത്തപ്പെട്ടു. ബെർബറുകൾ ഒതുങ്ങിയതോടെ പ്രശ്നം അന്തലൂസിലെ അറബികളും പുതുതായി വന്ന അറബികളും തമ്മിലായി. ഒടുവിൽ ഉമയ്യദ് ഗവർണറായിരുന്ന അബുൽ ഖത്താർ അറബ് സൈന്യത്തെ വിവിധ പ്രവിശ്യകളിലേക്ക് വിഭജിച്ച് പോസ്റ്റ് ചെയ്തു. ഡമാസ്കസ്, ജോർദാൻ, ഫലസ്തീൻ, ഹിംസ് തുടങ്ങിയ റെജിമെൻറ്റുകളെല്ലാം വെവ്വേറെ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയതോടെ ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടു.
എന്നാൽ അന്തലൂസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ശത്രുക്കൾ മുതലെടുക്കുന്നുണ്ടായിരുന്നു. കിഴക്ക് നിന്ന് അബ്ബാസിയ ഭരണകൂടം ഉമവിയ ഭരണകൂടത്തെ ശക്തമായി ആക്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യം മഗ്രിബിലും പിന്നീട് അൽ-അന്തലൂസിലും ഉണ്ടായ ബർബർ കലാപങ്ങളിൽ ശ്രദ്ധ തെറ്റിയ ഉമവിയ ഭരണകൂടം ഉള്ളിലും പുറത്തും ദുർബലമായി കൊണ്ടിരുന്നു. അൽ-അന്തലൂസിൻ്റെ വടക്കുഭാഗത്ത് നിന്ന് അസ്തൂരിയ ഭരണകൂടം കടന്നുകയറ്റം തുടങ്ങി. വടക്കൻ സ്പെയിനിൽ നിന്ന് ബർബറുകൾ ഒഴിഞ്ഞുപോയ ഭാഗത്തേക്ക് അസ്തൂരിയക്കാർ അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കുകയായിരുന്നു. ഫ്രാങ്കുകൾ സെപ്റ്റിമാനിയെയും കീഴടക്കിയതോടെ പൈറനീസിനപ്പുറത്തേക്ക് അൽ-അന്തലൂസ് ചുരുക്കപ്പെട്ടു. ഇതേ കാലയളവിൽ ഡമാസ്കസിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് അൽ-അന്തലൂസ് വിട്ടുപോന്നു. ഗവർണർമാർ ഓരോരുത്തരും തന്നിഷ്ടം ഭരണം കൈയാളാൻ തുടങ്ങി. അൽ-ഫിഹ്രികളുടെ നേതൃത്വത്തിൽ അൽ-അന്തലൂസിൻ്റെ ഭരണം ഏതാണ്ട് തീരുമാനമായ സാഹചര്യത്തിലാണ് ഇസ്ലാമിക് സ്പെയിനിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ല് സംഭവിക്കുന്നത്. ഡമാസ്കസിൽ ഉമവിയ ഭരണം അവസാനിച്ച നാളുകളായിരുന്നു അത്. അബ്ബാസിയ ഭരണകൂടം ഉമവിയ വംശത്തിലെ ആളുകളെ തെരഞ്ഞുപിടിച്ചു വകവരുത്തുന്ന സമയം. കിരീടാവകാശിയായ അബ്ദുറഹ്മാൻ ദാഖിൽ വടക്കേ ആഫ്രിക്കയിൽ ഒളിച്ചു കഴിയുകയായിരുന്നു. അൽ-അന്തലൂസിലെ രാഷ്ട്രീയ സാഹചര്യം ഉമവിയ ഭരണത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് അനുയോജ്യമാണെന്ന് മനസ്സിലാക്കിയ അബ്ദുറഹ്മാൻ ദാഖിൽ അൽ-അന്തലൂസിലേക്ക് പട നയിച്ചു. 755 അത്. അബ്ദുറഹ്മാൻ ദാഖിലിൻ്റെ വരവ് ഇസ്ലാമിക് സ്പെയിനിലെ വലിയ വിഭാഗം ജനങ്ങൾക്കും അതിയായ സന്തോഷമുണ്ടാക്കിയിരുന്നെങ്കിലും ഗവർണർ യൂസുഫ് അൽ-ഫിഹ്രി അസ്വസ്ഥനായിരുന്നു. ഇതിനകം അവർ അബ്ബാസിയ ഭരണകൂടവുമായി ഒരു ധാരണയും ഉണ്ടാക്കിയിരുന്നു. ഫിഹ്രി എന്തെങ്കിലും ചെയ്യും മുന്നേ സെവിയ, മലാഗ തുടങ്ങിയ നഗരങ്ങൾ അബ്ദുറഹ്മാൻ ദാഖിലിൻ്റെ സൈന്യം കീഴടക്കി. ഒടുവിൽ അൽ-അന്തലൂസിൻ്റെ തലസ്ഥാനമായ കൊർഡോബയിലേക്ക് അബ്ദുറഹ്മാൻ ദാഖിൽ എത്തി. പക്ഷേ യൂസുഫ് അൽ-ഫിഹ്രിയുടെ വലിയ പ്രതിരോധ സംവിധാനമാണ് അവരെ വരവേറ്റത്. തുടർച്ചയായ യുദ്ധങ്ങളിൽ ഏതാണ്ട് അവശരായ നിലയിലായിരുന്നു അബ്ദുറഹ്മാൻ്റെ സൈന്യം. നേരാംവണ്ണം ഭക്ഷണം പോലും കയ്യിൽ കരുതാതെയുള്ള സൈനിക നീക്കമായിരുന്നു അത്. അതേസമയം യൂസുഫ് അൽ-ഫിഹ്രി ആവട്ടെ സമൃദ്ധമായ വിരുന്നുകളും മറ്റും നടത്തി അബ്ദുറഹ്മാനെയും സഖ്യത്തെയും പരമാവധി പ്രകോപിപ്പിച്ചു. എന്നാൽ ഉറച്ച മനസ്സായിരുന്നു അബ്ദുറഹ്മാൻ ദാഖിലിനും കൂടെയുള്ളവർക്കും. അവർ ആക്രമണവും ഉപരോധവും തുടർന്നു പോന്നു. ഒടുവിൽ തോൽക്കുമെന്നായപ്പോൾ ഫിഹ്രി അബ്ദുറഹ്മാന് മുന്നിൽ ഒരു ഉപാധി വെച്ചു: മകളെ വിവാഹം ചെയ്തു തരാം, ഒരുമിച്ചു ഭരിക്കാം. എന്നാൽ അബ്ദുറഹ്മാൻ ദാഖിലാകട്ടെ അത് നിരസിക്കുകയും പോരാട്ടം തുടരുകയും ചെയ്തു. ഒടുവിൽ 756 അബ്ദുറഹ്മാൻ ദാഖിൽ കോർദോബയും കീഴടക്കി അമീറായി സ്വയം പ്രഖ്യാപിച്ചു. അൽ-അന്തലൂസിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അബ്ദുറഹ്മാന് മുന്നിൽ എളുപ്പം കീഴടങ്ങുകയായിരുന്നു. ഇസ്ലാമിക് സ്പെയിനിൻ്റെ ചരിത്രത്തിലെ സുവർണ യുഗമായിരുന്നു അബ്ദുറഹ്മാൻ ദാഖിലിൻ്റെ ഭരണകാലം. കോർഡോബയിലെ വിഖ്യാതമായ മസ്ജിദ് പണികഴിപ്പിച്ചത് അബ്ദുറഹ്മാൻ ദാഖിലാണ്. പിൽക്കാലത്ത് പലതവണയായി വിപുലീകരിച്ച കോർഡോബ മസ്ജിദ് വാസ്തുവിദ്യയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ് എന്ന് പറയാം. അറബ്, റോമൻ, വിസിഗോത്തിക് വാസ്തുകലയുടെ സ്വാധീനം നിർമ്മിതിയിൽ എമ്പാടും കാണാൻ സാധിക്കും. നിലവിൽ ഇതൊരു ക്രിസ്ത്യൻ കത്തീഡ്രലായി മാറിയിട്ടുണ്ട്. കോർഡോബ നഗരത്തെ ആസൂത്രിതമായി പുനർനിർമ്മിച്ചും കോട്ടകൾക്ക് കൂടുതൽ ശക്തി ചേർത്തും നൂതനമായ നഗരാസൂത്രണമാണ് അൽ-അന്തലൂസ് അമീർ കോർഡോബയിൽ നടത്തിയത്. തൻ്റെ ഭരണകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായ വെല്ലുവിളികൾ അബ്ദുറഹ്മാൻ നേരിട്ടിരുന്നു. വിഖ്യാത ഫ്രഞ്ച് ഭരണാധികാരി ഷാർലമീൻ അടക്കമുള്ളവർ അൽ-അന്തലൂസ് ആക്രമിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഏറ്റവും ശക്തമായ അധിനിവേശ ശ്രമം നടന്നത് അബ്ബാസിയ ഭരണകൂടത്തിൽ നിന്ന് തന്നെയായിരുന്നു. കോർഡോവ കേന്ദ്രമാക്കി ഉമവിയ ഭരണം വീണ്ടും സ്ഥാപിക്കുന്ന വേളയിലും ഖലീഫ എന്ന സ്ഥാനം അബ്ദുറഹ്മാൻ അവകാശപ്പെട്ടിരുന്നില്ല. ലോകത്ത് ഒരു സമയം ഒരു ഇസ്ലാമിക ഖിലാഫത്ത് മതിയെന്നും ഇപ്പോൾ അബ്ബാസി ഖിലാഫത്ത് എന്നുണ്ടല്ലോ എന്നുമായിരുന്നു അബ്ദുറഹ്മാൻ്റെ നിലപാട്. തൻ്റെ കുടുംബത്തെ അധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്ത് ഖിലാഫത്ത് സ്ഥാപിച്ചവരായിരുന്നിട്ടുകൂടി അബ്ബാസി ഭരണത്തോട് കടുത്ത ശത്രുത പുലർത്താതെ ഒരു സ്വതന്ത്ര എമിറേറ്റ് സ്ഥാപിക്കുകയാണ് അബ്ദുറഹ്മാൻ അന്ന് ചെയ്തത്. പക്ഷേ കോർഡോബ ശക്തി കൈവരിക്കുന്നത് കണ്ട അബ്ബാസിയ ഭരണകൂടം ആകെ അസ്വസ്ഥരായി. അബ്ബാസി ഖലീഫ അബൂ ജാഫർ അൽ മൻസൂർ ആഫ്രിക്കയുടെ തൻ്റെ ഗവർണറായിരുന്ന ഇബ്നു മുഖൈസിനെ കോർഡോബ പിടിച്ചടക്കാൻ നിയോഗിച്ചു. അബ്ബാസി പടയുടെ 10 ഇരട്ടി സൈന്യത്തിനെയെങ്കിലും ഒരുമിച്ച് കൂട്ടി കാർമോണോ കോട്ടയിൽ പ്രതിരോധമൊരുക്കുകയാണ് അമീർ അബ്ദുറഹ്മാൻ അന്ന് ചെയ്തത്. പക്ഷേ ഇബ്നു മുഖൈസിൻ്റെ സൈന്യം അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. ഒരു വേള കോർഡോബയുടെ അമീർ തോറ്റുപോകുമെന്ന് വരെ കരുതി. ഒടുക്കം രണ്ടും കൽപ്പിച്ച് കോട്ടവാതിലുകൾ തുറന്നു പുറത്തു കടന്ന് അവിടെ ടെൻറ്റുകളിൽ വിശ്രമിക്കുകയായിരുന്ന അബ്ബാസി സൈന്യത്തിനുമേൽ ഒരു മിന്നലാക്രമണം നടത്തുകയാണ് അബ്ദുറഹ്മാൻ ദാഖിൽ ചെയ്തത്. ഇബ്നു മുഖൈസിനെ വധിക്കുകയും അയാളുടെ തലവെട്ടി ഖലീഫ ഇബ്നു മൻസൂറിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അന്ന് അബൂ ജാഫർ ഇബ്നു മൻസൂർ എനിക്കും ഈ പിശാചിനുമിടയിൽ ഒരു കടൽ സൃഷ്ടിച്ച പടച്ചവന് സ്തുതി എന്ന് പറഞ്ഞു പോയത്രേ. സിറിയയിലെ അബ്ബാസി ഖിലാഫത്തും ഈജിപ്തിലെ ഫാത്തിമി ഖിലാഫത്തും പോലെ സ്പെയിനിൽ ഉമയ്യദ് ഖിലാഫത്ത് ഉണ്ടാവുമെന്ന് പിൽക്കാലത്ത്, അതായത് 929 പ്രഖ്യാപിക്കപ്പെട്ടു.
ലോകത്തിലെ ഏറ്റവും ശക്തവും ഐശ്വര്യപൂർണവുമായ നഗരമായി ഇതിനിടയിൽ കോർഡോബ മാറി. സമ്പദ് സമൃദ്ധി കൊണ്ടും കുലീനമായ നാഗരികത കൊണ്ടും ഇസ്ലാമിക് സ്പെയിൻ ലോകത്തിന് മുന്നിൽ വേറിട്ട് നിന്നു. രാത്രികാലങ്ങളിൽ യൂറോപ്പ് മുഴുവൻ ഇരുട്ടിലാകുമ്പോൾ കോർഡോബ നഗരത്തിൽ വഴിവിളക്കുകൾ തെളിഞ്ഞു. നഗരം മനോഹരവും വൃത്തിയുള്ളതുമായിരുന്നു. ശൗചാലയങ്ങളും കുളിപ്പുരകളും അഴുക്കുചാലുകളും പ്രത്യേകം ആസൂത്രണം ചെയ്ത് പണി കഴിപ്പിച്ചിരുന്നു. ജലസ്രോതസ്സുകൾ അതീവ ശ്രദ്ധയോടെ തന്നെയാണ് സംരക്ഷിച്ചു പോന്നത്. കോർഡോബയിലെ ജനങ്ങളുടെ പൗരബോധം അസാധാരണമായിരുന്നത്രേ. അൽ-അന്തലൂസിലെ വൈജ്ഞാനിക പാരമ്പര്യം ആ ജനതയേറെ സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ കോർഡോബയുടെ വെളിച്ചം തന്നെ അവിടെയുള്ള വൈജ്ഞാനിക കേന്ദ്രങ്ങളായിരുന്നു. ശാസ്ത്രത്തിലും സാഹിത്യത്തിലും തത്വചിന്തയിലും അതുല്യമായ സംഭാവനകളാണ് അൽ-അന്തലൂസ് മാനവരാശിക്ക് സമ്മാനിച്ചത്. ലോകത്തിൽ ആദ്യമായി പറന്ന മനുഷ്യനെന്നറിയപ്പെടുന്നത് അബ്ബാസ് ഇബ്നു ഫിർനസ് ആണല്ലോ. അൽ-അന്തലൂസിലെ ഏറ്റവും വിഖ്യാതനായ ഗണിതശാസ്ത്രജ്ഞനും ആസ്ട്രോണമറുമായിരുന്നു ഫിർനസ്. വൈദ്യശാസ്ത്ര രംഗത്ത് അത്ഭുതാവഹമായ കണ്ടുപിടുത്തങ്ങളും ചികിത്സാരീതികളും അൽ-അന്തലൂസിൽ വികസിച്ചു വന്നിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇബ്നു ബൈത്താർ, അബുൽ കാസിം സഹറാവി, അബൂ മർവാൻ ഇബ്നു സുഹർ തുടങ്ങിയവർ അന്തലൂസിയക്കാരായിരുന്നു. ഇതിൽ സഹറാവിയാണ് ആദ്യത്തെ ആധുനിക രീതിയിലുള്ള ശാസ്ത്രക്രിയ നടത്തിയതെന്ന് ചരിത്രം പറയുന്നു. ഇബ്നു റുഷ്ദ്, ഇബ്നു തുഫൈൽ, നൂറുദ്ദീൻ ബിത്രൂജി, അബുൽ കാസിം മജ്രീത്തി തുടങ്ങിയവർ ആസ്ട്രോണമിയിൽ വിപ്ലവകരമായ ചിന്തകൾ ആവിഷ്കരിച്ചു. ഇവർ ടോളമിയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും ജ്യോതിശാസ്ത്ര ചിന്തകളെ വിമർശനാത്മകമായി സമീപിക്കുകയും അവയെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇസ്ലാമിക് സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ രംഗങ്ങളിലൊന്ന് കാർഷിക മേഖലയായിരുന്നു. വിജ്ഞാനീയങ്ങളെ മാനവികതയോട് ചേർത്തിയും സുസ്ഥിര സങ്കല്പങ്ങൾ ആലോചിച്ചുമാണ് ഇവിടെയുള്ള ശാസ്ത്രജ്ഞർ വികസിച്ചു വന്നത്. അതിനൂതനമായ ജലസേചന സംവിധാനങ്ങൾ അന്തലൂസിലുണ്ടായിരുന്നു. ഇബ്നു അവ്വാമിനെ പോലുള്ള ശാസ്ത്രജ്ഞരുടെ പ്രധാന ഗവേഷണ രംഗം കൃഷിയും പൂന്തോട്ടങ്ങളുടെ നിർമ്മിതിയുമായിരുന്നു. ഇസ്ലാമിക് സ്പെയിനിൻ്റെ പ്രതാപം അടയാളപ്പെടുത്തിയ ഗ്രാനഡയിലുള്ള അൽഹംറ പാലസിലെ പൂന്തോട്ടങ്ങൾ ഒരു വിസ്മയമാണ്. അത്തരം നിർമ്മിതികളും കൃത്യമായി ആസൂത്രണം ചെയ്ത വലിയ പൂന്തോട്ടങ്ങളും ഇസ്ലാമിക് സ്പെയിനിൻ്റെ അഭിമാന സ്തംഭങ്ങളായിരുന്നത്രേ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതരും ഇഴകിച്ചേർന്ന സാമൂഹിക സാഹചര്യമായിരുന്നു ഇസ്ലാമിക് സ്പെയിനിലേത്. ഇസ്ലാമിക് എമിറേറ്റ്സിൻ്റെയോ ഖിലാഫത്തിൻ്റെയോ അധികാരത്തെ അംഗീകരിച്ച ജനവിഭാഗങ്ങളോട് വലിയ സഹിഷ്ണുതയാണ് അൽ-അന്തലൂസിലെ ഇസ്ലാമിക ഭരണം കാണിച്ചത്. അതേസമയം എല്ലാ കാലത്തും സമാധാനപൂർണമായ സാഹചര്യം മാത്രമായിരുന്നു അന്തലൂസിൽ എന്ന് കരുതാൻ വയ്യ. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അറബി, ബർബർ ഭിന്നതകളുണ്ടായിരുന്നു. ഇതര മതവിഭാഗങ്ങളുമായും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാവുകയും സംഘർഷങ്ങളിലും കലാപങ്ങളിലും കലാശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മധ്യകാല യൂറോപ്പിൽ ജൂതവിശ്വാസികളുടെ ഏറ്റവും സമാധാനപൂർണമായ ജീവിത സാഹചര്യം ഉണ്ടായിരുന്ന ഇടം കൂടിയായിരുന്നു അൽ-അന്തലൂസ്. ഒട്ടേറെ ജൂതപണ്ഡിതരും ചിന്തകന്മാരും ഗവേഷകരും ഇസ്ലാമിക് സ്പെയിനിൻ്റെ പിന്തുണയിലും പ്രോത്സാഹനത്തിലും വളർന്നു വന്നിരുന്നു. ഉമയ്യദ് ഭരണകൂടത്തിന് കീഴിൽ വലിയ വിശ്വാസ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ആസ്വദിച്ച ജൂത ക്രൈസ്തവ വിശ്വാസികളുടെ ദുർഘടമായ ജീവിതഘട്ടമായിരുന്നു അൽമുറാബിദുകളുടെയും അൽമൊഹാദുകളുടെയും ഭരണകാലം. അൽ-അന്തലൂസിൻ്റെ ഭരണക്രമം മുഴുവൻ ചെറിയ നാട്ടുരാജ്യങ്ങളായി തീരുകയും അവർ തമ്മിലടിച്ച് നശിക്കുകയും ചെയ്തു. ഒടുവിൽ ഗ്രാനഡയിൽ മാത്രമായി തത്വത്തിൽ ഇസ്ലാമിക് സ്പെയിൻ ഒതുങ്ങിപ്പോയി. നസ്രദ് രാജവംശമായിരുന്നു ഗ്രാനഡയിലെ അവസാന നാളുകളിലെ ഭരണാധികാരികൾ. കാസ്റ്റിൽ ലിയോൺ ഭരണാധികാരി ഹെൻറി നാലാമിൻ്റെ മകൾ ഇസബെല്ല രാജകുമാരിയും അരഗോൺ ഭരണാധികാരി ജോൺ രണ്ടാമൻ്റെ മകൻ ഫെർഡിനൻഡും തമ്മിലുള്ള വിവാഹത്തോടെ ഇരു രാജ്യങ്ങളും വലിയ ശക്തിയായി മാറുന്നുണ്ട്. കാത്തലിക് മൊണാക്സ് എന്നറിയപ്പെട്ട ഈ സഖ്യമാണ് ഏറ്റവും ഒടുവിൽ ഇസ്ലാമിക് സ്പെയിനിൻ്റെ അന്ത്യം കുറിക്കുന്നത്. ബോബ്ദിൽ എന്നറിയപ്പെട്ട നസ്രിദ് അമീർ മുഹമ്മദ് 12 ഗ്രാനഡ കത്തോലിക്ക സൈന്യത്തിന് മുന്നിൽ അടിയറ വെക്കുമ്പോൾ വാവിട്ട് കരഞ്ഞുവത്രേ. അന്നേരം ബോബ്ദിലിൻ്റെ ഉമ്മ ഒരു ആണിനെ പോലെ പൊരുതാനറിയാതെ ഒരു പെണ്ണിനെ പോലെ മോങ്ങുന്നു എന്ന് അയാളെ ശകാരിച്ചുവെന്നാണ് ചരിത്രം. സത്യം പറഞ്ഞാൽ സമാനതകളില്ലാത്ത ചരിത്രമാണ് അൽ-അന്തലൂസിൻ്റേത്. പറയുമ്പോൾ ഇസ്ലാമിക് സ്പെയിൻ എന്നൊക്കെയാണെങ്കിലും അനവധി ഭരണാധികാരികൾ പഴയ ഗ്രീക്ക് റോമൻ ഭരണാധികാരികളെ പോലെ കുടിച്ചും മതിച്ചും ദൂർത്തടിച്ചും കഴിഞ്ഞുകൂടിയവരാണ്. അല്ലാത്തവരിലേറെയും കർക്കശക്കാരും പിടിവാശിക്കാരുമായിരുന്നു. വളരെ കുറഞ്ഞ ഭരണാധികാരികൾ മധ്യമ നിലപാടുകളിൽ മാതൃകാപരമായ ഭരണം കാത്തുവെച്ചു. എന്തൊക്കെയായാലും മധ്യകാല പടിഞ്ഞാറിൻ്റെ പ്രകാശഗോപുരമായിരുന്നു അൽ-അന്തലൂസ്. യൂറോപ്പിന് വൃത്തിയും വിവരവും പറഞ്ഞുകൊടുത്തത് കോർഡോബ ആയിരുന്നു. ഫ്രാങ്കുകൾക്കും വിസിഗോത്തുകൾക്കും മറ്റ് യൂറോപ്യൻ വംശജർക്കും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തത്ര വിപുലമായ ശാസ്ത്ര ഗവേഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഇസ്ലാമിക് സ്പെയിനിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകൾക്കിടയിൽ വീണുപോയ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. കോർഡോബയും ഗ്രാനഡയും പോലെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന നാഗരികതകൾ ഇനിയും ഉണ്ടാവണം.